മലയാളത്തിൽ നിന്ന് ഒരു ത്രില്ലർ പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്, സീക്രട്ട് ഓഫ് വുമൺ. അപ്പൊ ഈ സ്ത്രീകളുടെ രഹസ്യം ആ ഒരു ടാഗ് ലൈൻ കണ്ടപ്പോ എനിക്ക് സിനിമ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ ഇരുന്ന് കണ്ടപ്പോ ആദ്യം തന്നെ ഇന്ന ഫിലിം ഫെസ്റ്റിവലിന് ഈ പടം പോയിന്റ് എന്ന് കാണിച്ചു. സിനിമ കാണാനുള്ള സകല മൂടും പോയി. സ്റ്റിൽ അജു വർഗീസ് ഉണ്ട്. അതേപോലെ സ്ത്രീകളുടെ രഹസ്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ഇരുന്ന് കണ്ടതാണ്. 90 മിനിറ്റിന്റെ ഒരു ഉറക്ക ഗുളിക എന്ന് വേണമെങ്കിൽ പറയാ. നമ്മൾ പണ്ട് നിറബറ രസത്തിന്റെ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടില്ലേ? ഊണ് കഴിഞ്ഞ് ഒരു ഗ്ലാസ് നിറബറയുടെ രസം അത് നിർബന്ധ എന്ന് പറയില്ലേ? അതേപോലെ തന്നെ ഊണ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് കണ്ടു കഴിഞ്ഞാൽ നന്നായി ഉറങ്ങാൻ പറ്റുന്ന ഒരു പടമാണ്. എനിക്ക് ബേസിക്കലി ഇങ്ങനത്തെ സിനിമയുടെ പ്രൊഡ്യൂസർമാരോടൊക്കെ ഭയങ്കര റെസ്പെക്ട് ആട്ടോ. സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കിയിട്ട് നാട്ടുകാരെ ഉറക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം ചെയ്യുന്നില്ലേ? ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ യു ഓൾ ബ്രോ. ഭയങ്കര റെസ്പെക്ട് ആണ് എനിക്ക് നിങ്ങളോട്. അജു വർഗീസിന് വന്നിട്ട് ഒരു കോമാളിയുടെ റോളാണ്. ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ഉള്ള റോൾ ഉണ്ടാവും. ഈ നിരഞ്ജന അനൂപാണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. 2 സ്ത്രീകളുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇൻസിഡൻസ് പാരലായിട്ട് കാണിക്കുകയാണ്. എനിക്ക് മനസ്സിലാവാത്ത, സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിനിമ എടുക്കാൻ നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? ഇതിനു വേണ്ടി നമ്മൾ അതിന്റെ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണം? അത് നമ്മളെ റിസർച്ചും PhD തീസിസ് ഒക്കെ ഇറക്കണം അതിനു വേണ്ടിയിട്ട്. എന്നിട്ട് ഇവർ ഓരോന്ന് എടുത്തു വെക്കും. എന്നിട്ട് പറയും ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. കാക്ക മലന്ന് പറക്കണ കണ്ടു കഴിഞ്ഞിട്ട് ഗ്ലോബൽ വാർമിംഗ് കാരണം അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകും, അതാണ്, അത് വഴിമാറിപ്പോയി, കടൽ വഴിമാറി ഒഴുകും, ഇതൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ച് പറയും. ഇതില് നിരഞ്ജന അനൂപിന്റെ ഫ്ലാറ്റിലോട്ട് ഒരാൾ കയറി വരികയാണ്. ഈ കൊച്ചെന്ന് വെച്ചാൽ കരാട്ടെ അതേപോലെ തന്നെ മിക്സഡ് മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ബോക്സിങ്ങിന് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് നന്നായിട്ട് അറിയുന്ന കൊച്ചാണെന്ന്. എന്നിട്ട് ഇവനെ കെട്ടിയിട്ടിട്ട് കത്തിയും കൊണ്ടുപോയിട്ട് ഇവന്റെ മൂക്കിലും ചുണ്ടിലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് കഴുത്തിന്റെ അവിടേക്കൊക്കെ പോയി. ഞാൻ എന്റെ പൊന്നു കൊച്ചനി ഇവനെ കൊല്ലാൻ വേണ്ടി കെട്ടിയിട്ടിരിക്കുകയാണോ അത് വേറെ പലതും ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണോ? ഇതേപോലെ പാരലായിട്ട് വേറൊരു ചേച്ചി ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോ ഒരുത്തം വേഗം ബോട്ടിക്ക് ഓടി കയറിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളത്തേക്ക് എടുത്ത് ചാടുന്നതാണ്. എന്നാൽ നിനക്ക് ആദ്യം ആ ബോട്ടിൽ കയറുന്നതിന് മുമ്പ് എടുത്ത് ചാടിയ പോലെ. പിന്നെ അവരുടെ ലൈഫിൽ വേറെ കാര്യം, അവനൊരു ഗേ ആണ്. അതേപോലെ തന്നെ ആ ചേച്ചിയെ കയറി പിടിക്കാൻ വേറെ ആരൊക്കെ വരുന്നു, ഇവൾക്ക് വശം കൊടുക്കാൻ വേറെ ആരോ വരുന്നു. എന്തോന്നടേ അവസാനം ഒരു വസ്തു മനസ്സിലാവാത്തൊരു പടമായിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ സൺ NXT അവൈലബിൾ ആണ്. ഈ സോ കോൾഡ് ബുദ്ധിജീവി ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. എനിക്ക് നിരഞ്ജന അനൂപിന്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമായി. ഓസ്കാറിന്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കൊച്ചിനൊരു 10 മേടിച്ച് കൊടുക്കാൻ തോന്നി. ഇത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ അതിന്റെ എക്സ്ട്രീം ലെവൽ കാണിച്ചിട്ടുണ്ട്. നീ എന്നെ കൊല്ലാൻ വന്നോണ്ടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അമ്മോ. സോ സമയമുള്ളവർ കണ്ടു നോക്കുക. ട്രൈ ഇറ്റ് ഔട്ട്. അവൈലബിൾ ഓൺ സൺ NXT.